സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്തോളാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ട്രേഡിംഗ് ഹാൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിലോട്ട് നമ്മൾ വില്ലേജേഴ്സിനെ ആഡ് ചെയ്തില്ല. സോ അതിനെ കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വില്ലേജേഴ്സിനെ സെറ്റ് ആക്കണം. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു ട്രേഡിംഗ് ഹാള് ഫുള്ളായിട്ടില്ല. പിന്നെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ പറ്റുകയാണെങ്കിൽ നെതറിലും പോകണം. അടുത്ത എപ്പിസോഡിലോ അത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡിലോ നെതറിൽ പോകണം. നമ്മളതിൽ ഒബ്സീഡിയും കാര്യമൊന്നുമില്ല. നമ്മളത് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്ത ഒരു ആയിരുന്നു. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു മോബിനെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. എന്താ പിങ്? ഓക്കെ, നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെയാണ് നമ്മളെ ബ്രീഡറുണ്ട്, നമ്മളെ വില്ലേജർ ബ്രീഡർ. നമുക്ക് ഇവിടോട്ട് പോവാം. പിന്നെ നിങ്ങൾ ചാനലിൽ വീഡിയോ വരുന്നത് കുറച്ച് മെല്ലെ ആയിരിക്കും. കാരണം 2 ദിവസമായിട്ട് നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും വന്നിട്ടുണ്ടാവില്ല. കാരണം ഭയങ്കര തിരക്കാണ്, ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോസെങ്കിലും മാക്സിമം നമ്മൾ ഇടാൻ നോക്കാം. സോ അതേ കഴിയത്തുള്ളൂ. ഡെയിലൊന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഇനി കുറച്ച് റെയിൽ ക്രാഫ്റ്റ് ചെയ്യണം. കാരണം കുറച്ച് റെയിൽ കൊണ്ടൊന്നും ആവില്ല, കുറേ റെയിൽ വേണ്ടി വരും. അവിടുന്ന് ഇതുവരെ എത്തണമല്ലോ. സോ നമുക്ക് ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്ക് ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ നിങ്ങൾ ചാനലിലെ വീഡിയോസൊക്കെ കഴിഞ്ഞ സുധീൻ്റെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് വലിയൊരു താങ്ക്സ് തന്നെ പറയണം. പിന്നെ കഴിഞ്ഞ വീഡിയോയും കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. നമ്മൾ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കുന്നതും പിന്നെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നതൊക്കെ കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഈ ബ്രീഡർ നമുക്ക് ഇവിടുന്ന് മാറ്റാം. നമ്മളെ സൈൻ ബോർഡ് ഇവിടുന്ന് പൊട്ടിക്കുക. പിന്നെ അത് നമ്മളെ അതും കൂടി മാറ്റേണ്ടി വരും അല്ലേ? സൈൻ ബോർഡ് അവിടെ കിട്ടിയിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ അതാക്കി കളഞ്ഞാൽ മതി. പൊട്ടിക്കാത്ത നല്ലത്. നമുക്ക് ഇനി വരുന്ന പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ആക്കാലോ, അതാ നല്ലത്. ഓക്കെ, എന്താവത് അതെന്താ? ഓക്കെ, പിന്നെ അപ്പം അതാണ് ഞാൻ പറഞ്ഞതെന്ന്. സോ കഴിഞ്ഞ വീഡിയോസിന് നല്ല സപ്പോർട്ട് തന്നുണ്ട്. സോ അതിന് വലിയൊരു താങ്ക്സ് തന്നെ പറയണം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന കുറച്ച് ലേറ്റായി ഉണ്ടാവും. 2-3 ദിവസം ഞാൻ ഒരു 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ ഇടാറുള്ളത്. പക്ഷെ ഏതായാലും 5 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും. സോ അതിനെക്കൊണ്ട് വലിയൊരു മാപ്പ് ഞാൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇനി നേരേക്ക് ഈ വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ടാണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തത്. നമുക്ക് വെക്കേഷന് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ ആക്കാം. ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഷുഗർ കെയിന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഷുഗർ കെയിൻ ഉണ്ട്. നമ്മൾ ഫാമൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ലൈറ്റർ കിട്ടിയാലും ഗൺ പൗഡർ മാത്രം ഫാം ചെയ്താൽ മതിയല്ലേ. അത്രയും ഷുഗർ കെയിൻ നമ്മുടെ അടുത്ത് ഉണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതാണ് നമ്മളെ ട്രെയിനിങ് ആണ് കേട്ടോ. ഈ ഒരു വാതിലിവിടെ പൊട്ടിക്കണം, എന്നാലും നമുക്കിവിടെ റെയിൽ വെക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ റെയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകണം. ഓക്കെ, നമുക്ക് നേരെ അങ്ങനെ പോവാം. നമുക്ക് അതുവരെ എത്തിക്കണം. സോ അത് എത്തിച്ചിട്ട് കാണാം. ഇപ്പോൾ അതേ ഇതുവരെ വെച്ചിട്ടുണ്ട്, എല്ലാ സംഭവവും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജസിനെ കയറ്റണം അങ്ങോട്ട്. പക്ഷെ നമ്മളെ റെഡ് സ്റ്റോൺ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഇനി റെഡ് സ്റ്റോൺ എടുക്കാൻ ഇനിയും പോകണം, അന്നത്തെ പോലെ തന്നെ. സോ ഇവിടുന്ന് നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം.
നമ്മളതിൽ നൈറ്റ് വിഷൻ്റെ ഒരു ഇതുണ്ട്, സോഡിയം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിലാണ് ഈ ഒരു ഫുൾ ബ്രൈറ്റ്നെസ് വരുന്നത്. അല്ല, ഞാൻ വേറെ ക്രിയേറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, നമുക്ക് പ്യുവർ സർവൈവലായിട്ടാണ് നമ്മൾ ഈ ഒരു വേൾഡ് കളിക്കുന്നത്. ഓക്കെ, പിന്നെ അത് സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് നിങ്ങൾക്കും ഇതിലോട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആക്കാൻ പറ്റും. നമുക്ക് പിന്നെ നമ്മളെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. 60 ആയിട്ടുണ്ട്, 68 സബ് എത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്ക് 100 എത്തണം, പിന്നെ 1000 എത്തിക്കണം. അങ്ങനെ വലിയ വലിയ ഇതുണ്ട്. ഓക്കെ, നമുക്ക് റെഡ് സ്റ്റോൺ ഉണ്ട് അവിടെ. സോ നമുക്ക് എന്തായാലേ അങ്ങോട്ടേക്കാണ് പോവാം. ഇത് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രിഡ്ജ് ചെയ്തിട്ട് വന്നതാണ്, അല്ലാതെ പറന്നതൊന്നുമല്ല. ഓക്കെ, നമുക്ക് ഈ അയ്യോ ആകെ ഒറ്റ റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ ഇവിടെ. പണിയായല്ലോ. 2 കിട്ടി തോന്നുന്നുണ്ട്. 2 റെഡ് സ്റ്റോൺ മാത്രമേ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ മൈൻ ഷാഫ്റ്റ് ഉണ്ട്. സോ നമുക്ക് ഈ മൈൻ ഷാഫ്റ്റിൽ ചെസ്റ്റിലൊക്കെ കാണാറുണ്ട് റെഡ് സ്റ്റോൺ. സോ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ വലിയ മോബ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ജാവയിൽ പൊതുവേ മോബ് കുറവാണ് തോന്നുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ ബെറ്ററൊക്കെ കുറേ കാലം കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ മൈൻ ഷാഫ്റ്റിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. നല്ല മോബ് ഉണ്ടാവും. എന്താ അറിയത്തില്ല, ഇതിൽ അല്ല ജാവയിൽ കുറച്ച് എന്തോ ഒരു എളുപ്പം പോലെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കുറേ ആയല്ലോ, ഒരു 5-6 മാസമൊക്കെ ആയി ഇപ്പോൾ ജാവ കളിച്ച് തുടങ്ങിയിട്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ബെഡ്റോക്ക് ആണ് കുറച്ചും കൂടി ഹാർഡായിട്ട് തോന്നിയത്. ജാവ ഡ്രാഗനൊക്കെ ഉള്ള കാര്യത്തിലായാലും ഒക്കെ എളുപ്പമായിട്ടാക്കി തോന്നിയത്. നെതർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നെതറിൽ ഞാൻ അധികം പോയില്ല. നമുക്ക് നെതറിൽ അടുത്ത ദിവസമായിട്ട് പോവാം. അതിൻ്റെ അടുത്ത ദിവസവും പോവാം. ഇവിടെ ഒന്നും റെഡ് സ്റ്റോൺ കാണില്ല. നമുക്ക് ആ ചെസ്റ്റ് നിന്നാണെങ്കിൽ ആകെ റെയിൽ മാത്രം കിട്ടിയത്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഭാഗത്തൊന്നും ഇല്ലല്ലേ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ മോബും ഇല്ല, ഒന്നുമില്ല. ഈ റെയില് ഓക്കെ, അതെ ഇവിടെ ഒന്നുണ്ട്. അത് ഒറ്റ ഒന്നാവും. കുറച്ച് കോളയുള്ളത് വേണം. ബാറ്റ് എന്താ ഇത്? ഇവിടെ മുകളിൽ വലിയ ഓപ്പണിങ് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ രാത്രി ആയിട്ടുണ്ട് സംഭവം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോയേക്കാം. പിന്നെ നമുക്ക് മൈൻക്രാഫ്റ്റ് അല്ലാതെ വേറെ ഗെയിംസൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കുറേ ഗെയിംസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എൻ്റെ PC-ക്ക് എൻ്റെ ലാപ്ടോപ്പിന് താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അല്ല, നമുക്ക് കുറേ ഗെയിമിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് കേവ് സ്പൈഡർ ആട്ടാ, മറ്റേ ഫംഗസ് വരുന്ന. നമുക്ക് എഫക്റ്റ് വന്നില്ല, എന്തോ ഭാഗ്യമുണ്ട്. അതെ, നമുക്കിത് ഇവിടെ റെഡ് സ്റ്റോൺ കിട്ടിയിട്ട് നമുക്കിത് എടുത്തേക്കാം, കളക്ട് ചെയ്യാം. ഓക്കെ, ഇത് കുറേ കിട്ടി. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇത് അവിടെ നിന്നൊരു സോംബി വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല. സ്കെൽറ്റൻ ഒന്നും ഇല്ലല്ലേ? സ്കെൽറ്റനെ ഒന്നും കാണുന്നില്ല അവിടെ. ഇല്ലെങ്കിൽ സ്കെൽറ്റനെ ഫുള്ള്. പിന്നെ ഡയമണ്ട് ആർമർ സെറ്റായി പിന്നെ പേടിക്കാനില്ല. നമ്മളിത് ഇവിടെ കിടന്നുണ്ട്. ഇപ്പോൾ കിടന്നിട്ട് അതിനെ പുറത്ത് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ട് നമുക്ക് കിടന്ന് നമുക്ക് വേഗം ഈ ഡേർട്ടൊക്കെ വെച്ചിട്ട് മുകളിലോട്ട് കയറാം. പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ സുധീൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിലും നല്ല രസമായിട്ടുള്ള സെറ്റായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും നല്ല സെറ്റാക്കി ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബും പിന്നെ കമൻ്റൊക്കെ ചെയ്താൽ മതി. മറ്റേ റെയിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതാ പോകുന്നുണ്ട്. എവിടെയെങ്കിലും പോയി ഇടിക്കുകയാവാം. എവിടെയെങ്കിലും പോയി നിൽക്കാനേ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ പവർ റെയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ഇവിടെ ചെറുതായിട്ട് ലാഗ് ഉണ്ട് അല്ലേ? നെറ്റിൻ്റെ പ്രശ്നം. സെർവറിൽ കളിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടാകും നെറ്റിൻ്റെ. നമ്മൾ ഫോണിൽ നിന്നാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വൈഫൈ വെച്ചിട്ട് ആകുമ്പോൾ ഭയങ്കര സ്പീഡ് ഉണ്ടാവും.
ഭയങ്കര സ്ലോ ആയതിനെ കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വരാറുള്ളത്. സോ ഇത് ഇവിടെ സ്റ്റക്കായിണ്, ഒന്നവിടെ കയറിയിട്ട്. സോ നമുക്ക് ഇവിടെ എല്ലാവരെയും ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. കുറേ പണിയുണ്ട്. നമ്മളത് ഇവിടെ ഒന്നിനെ അതേ കയറ്റാൻ ഭയങ്കര പാട് വരുകയാണ്. കാരണം ഇപ്പം കയറണമില്ല, അതൊരുമാതിരി ഒരു ചടപ്പായിട്ടുണ്ട്. ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഇവരെ അടിച്ച് കൊന്നാലാന്ന് വിചാരിക്കുക എല്ലാത്തിനും കൂടി. ഇതാണെങ്കിൽ ഒന്നും കയറുന്നില്ല, അത് ഓരോന്ന് ഇതാകുമ്പോൾ അത് അടുത്ത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇതാണ് പണി. ഇതാ പോവാതെ അങ്ങോട്ട് പോണ്. ഭയങ്കര ഇതാവുണ്ട്. അവിടെയാണ് ആ പിസ്റ്റം വെച്ചിട്ട് എന്താണാവോ റെഡി ആവുന്നില്ല. എന്താ ചെയ്യാ, നമുക്കൊക്കെ തോന്നണമെങ്കിൽ ഞാൻ ഈ പിസ്റ്റണൊക്കെ എടുത്തിട്ട് ഇത് ഫുള്ള് ഒഴിവാക്കേണ്ടി വരും. ഇങ്ങോട്ട് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ട്രേഡിങ്ങൾ ഉണ്ടാക്കണത് അതുപോലെ ചെയ്യേണ്ടി വരുന്ന ഞാൻ പോയി വിചാരിക്കുന്നത്. സോ അതായിരിക്കും നല്ലത് തോന്നുന്നത്. ഇതൊക്കെ പൊട്ടിച്ചാലാന്ന് വിചാരിക്കാം. ഇതെന്താ അറിയത്തില്ല, ഇത് മുകളിലോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ വില്ലേജർ ഇതാവില്ല, വില്ലേജർ പുറത്തോട്ട് പോവുക, പിന്നെ പണിയാവും. അതിനെക്കൊണ്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ലിവർ നിൽക്കുമ്പോഴും ഇത് മുകളിലോട്ടാവുന്നില്ല, ആണ് പ്രശ്നം. നമുക്ക് പൊട്ടിച്ചേക്കാം. നമുക്കിവിടെ റെയിൽ വെച്ചിട്ട് ഇവനങ്ങ് മാറ്റിയേക്കാം. എന്താ ചെയ്യാ, ഇവിടെ ഒരു റെയിലും കൂടി വെച്ചെടുത്തേക്കാം. പോ എന്താ പോത്ത് എവിടാ? അതെ പോയി. ഇത് ഞാൻ അപ്പൊ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതും വർക്കായില്ലെങ്കിൽ അയ്യോ അയ്യോ ചാല 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 ചാല.